രാഹുൽ ഒരു ചെറിയ ടെക് റിവ്യൂ ചാനൽ നടത്തുന്നയാളാണ്. ഒരു ദിവസം രാത്രി തന്റെ പുതിയ വീഡിയോ എഡിറ്റിംഗ് കഴിഞ്ഞ് അവൻ അപ്ലോഡിന് വെച്ചു. സമയം ഏകദേശം അർദ്ധരാത്രി 2 മണി. വീട്ടിലെല്ലാവരും നല്ല ഉറക്കത്തിലാണ്. വീഡിയോയുടെ ടൈറ്റിൽ ടൈപ്പ് ചെയ്യുമ്പോൾ അപ്രതീക്ഷിതമായി അവന്റെ കമ്പ്യൂട്ടർ സ്ക്രീൻ ഒന്ന് മിന്നി. സാധാരണ ലോഡിംഗ് ബാറിന് പകരം സ്ക്രീനിൽ ചുവന്ന അക്ഷരങ്ങൾ തെളിഞ്ഞു. രാഹുൽ കരുതി അത് വല്ല ബഗ്ഗുമായിരിക്കുമെന്ന്. അവൻ വിൻഡോ ക്ലോസ് ചെയ്യാൻ നോക്കി, പക്ഷേ മൗസ് അനങ്ങുന്നില്ല. പെട്ടെന്ന് സ്പീക്കറിലൂടെ ഒരു ചെറിയ മൂളൽ കേട്ടു തുടങ്ങി. ആ ശബ്ദം പതുക്കെ കൂടി വന്നു. അത് അവന്റെ തന്നെ ശബ്ദമായിരുന്നു. ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് എന്റെ മരണമാണ്. സ്പീക്കറിൽ നിന്ന് തന്റെ തന്നെ ശബ്ദം കേട്ട് രാഹുൽ ഞെട്ടിപ്പോയി. താൻ അപ്ലോഡ് ചെയ്തത് ഒരു ഫോൺ റിവ്യൂ ആണ്, പിന്നെങ്ങനെ ഇങ്ങനെയൊരു ഡയലോഗ് വന്നു? സ്ക്രീനിലെ പ്രിവ്യൂ വിൻഡോയിൽ വീഡിയോ പ്ലേ ആകാൻ തുടങ്ങി. അതിൽ കാണുന്നത് അവന്റെ മുറി തന്നെയാണ്. കമ്പ്യൂട്ടറിന് മുന്നിലിരിക്കുന്ന അവന്റെ തന്നെ പിൻഭാഗം. രാഹുൽ സാവധാനം തിരിഞ്ഞു നോക്കി. പിന്നിൽ ആരുമില്ല, അടച്ചിട്ട വാതിൽ മാത്രം. പക്ഷേ വീഡിയോയിൽ അവന്റെ കസേരയ്ക്ക് പിന്നിൽ ഒരു നിഴൽ രൂപം പതുക്കെ ഉയർന്നു വരുന്നത് കാണാമായിരുന്നു. നിഴലിന്റെ കൈകൾ രാഹുലിന്റെ കഴുത്തിന് നേരെ നീളുന്നു. പേടിച്ചു വിറച്ച രാഹുൽ കമ്പ്യൂട്ടറിന്റെ പ്ലഗ് ഊരാൻ നോക്കി, പക്ഷേ കൈകൾ അനങ്ങുന്നില്ല. ആരോ തന്നെ പിടിച്ചു വെച്ചിരിക്കുന്നത് പോലെ. വീഡിയോയുടെ അപ്ലോഡിംഗ് ശതമാനം 99% എത്തി. സ്ക്രീനിലെ നിഴൽ രൂപം രാഹുലിന്റെ കഴുത്തിൽ പിടുത്തമിട്ടു. യഥാർത്ഥത്തിൽ തന്റെ കഴുത്തിൽ ആരോ മുറുക്കുന്നതുപോലെ രാഹുലിന് ശ്വാസം മുട്ടി. സ്ക്രീനിൽ കണ്ട ആ രൂപം പതുക്കെ ക്യാമറയ്ക്ക് നേരെ തിരിഞ്ഞു. അതിന് മുഖമില്ലായിരുന്നു, വെറും ഇരുട്ട് മാത്രം. 100% അപ്ലോഡഡ്. ആ സെക്കൻഡിൽ മുറിയിലെ കറന്റ് പോയി. പൂർണ്ണമായ നിശബ്ദത. അടുത്ത ദിവസം രാവിലെ രാഹുലിന്റെ സുഹൃത്തുക്കൾ അവന്റെ ചാനൽ നോക്കിയപ്പോൾ പുതിയൊരു വീഡിയോ വന്നിട്ടുണ്ട്. ടൈറ്റിൽ ഒന്നുമില്ല. വീഡിയോ പ്ലേ ചെയ്ത് അവർ കണ്ടത് ഇരുട്ടിലിരിക്കുന്ന ഒരു ശൂന്യമായ കസേര മാത്രമാണ്. താഴെ വന്ന ആദ്യത്തെ കമന്റ് രാഹുലിന്റേതു തന്നെയായിരുന്നു. അടുത്ത വീഡിയോ നിങ്ങളുടേതാണ്.